ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ ഇരിക്കുന്നത് ഊട്ടിയിലാണ്. എങ്ങനെയുണ്ട് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്? ഈ സ്പോട്ട് നിങ്ങൾക്ക് അറിയാവോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അറിയാത്ത ചില സ്പോട്ടുകളും ഊട്ടിയിലുണ്ട്. അങ്ങനെ ചില സ്പോട്ടുകളും നിങ്ങൾ കണ്ട ചില സ്പോട്ടുകളും പിന്നെ ഞാനും പിന്നെ ചില കാഴ്ചകളും പിന്നെ എൻ്റെ ഫുഡ് എക്സ്പ്ലോറിങ്ങും അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു കുഞ്ഞു വീഡിയോ ആണ്. വീഡിയോ മുഴുവൻ കാണുക. അടുത്ത ഊട്ടി ട്രിപ്പിൽ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ലെറ്റ്സ് ഗോ. ഊട്ടിയിലേക്കൊരു യാത്ര പോയാലോ? ഒരു ദിവസം തന്നെ 10ഓളം സ്ഥലങ്ങൾ ആസ്വദിച്ച് നടത്താവുന്ന ഒരു യാത്ര. അങ്ങനെ ഒരു യാത്രാ പ്ലാനാണ് ഈ വീഡിയോയിലുള്ളത്. ഊട്ടിയുടെ ഒരു ഭാഗത്ത് നിന്ന് തുടങ്ങി മറ്റേ അറ്റം വരെ ഒരൊറ്റ റോഡിലൂടെയാണ് നമ്മൾ ഈ യാത്ര പ്ലാൻ ചെയ്യുന്നത്. പല ദിക്കിലുള്ള സ്ഥിരം ടൂറിസ്റ്റ് സ്പോട്ടുകൾ ഓടി നടന്ന് കാണുന്നതിന് പകരം ഒരൊറ്റ റൂട്ടിലുള്ള എല്ലാ സ്ഥലങ്ങളും സമാധാനത്തോടെ കണ്ട് ആസ്വദിച്ച് എൻജോയ് ചെയ്യാമെന്നുള്ളതാണ് ഈ യാത്രയുടെ പ്രത്യേകത. NH181 അഥവാ ഊട്ടി മൈസൂർ റോഡിലൂടെയാണ് നമ്മൾ ഈ യാത്ര പോകുന്നത്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് എന്നീ ജില്ലകളിൽ നിന്നാണ് നിങ്ങൾ വരുന്നതെങ്കിൽ മസനഗുഡി വഴി വരുന്നതായിരിക്കും നിങ്ങൾക്ക് സൗകര്യം. എന്നാൽ തെക്കൻ ജില്ലക്കാർക്ക് കോയമ്പത്തൂർ, മേട്ടുപ്പാളയം വഴി വരുന്നതാവും എളുപ്പം. മസനഗുഡി പോലെ തന്നെ വ്യത്യസ്തമായ ഊട്ടി ടോയ് ട്രെയിൻ യാത്രാ എക്സ്പീരിയൻസ് ചെയ്തു വരാൻ ഏത് ജില്ലക്കാർക്കും കോയമ്പത്തൂർ, മേട്ടുപ്പാളയം വഴി തന്നെയാണ് ശരണം. അങ്ങനെ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഊട്ടി ടോയ് ട്രെയിനിൽ കയറി ഊട്ടിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി കോയമ്പത്തൂരേക്കും കോയമ്പത്തൂരിൽ നിന്ന് മേട്ടുപ്പാളയത്തേക്കും ട്രെയിൻ സൗകര്യം അവൈലബിൾ ആണ്. ശേഷം മേട്ടുപ്പാളയത്ത് നിന്ന് ഊട്ടിയിലേക്ക് ബുക്ക് ചെയ്ത ടോയ് ട്രെയിനിൽ കയറി ഊട്ടിയിലേക്ക് എത്താവുന്നതാണ്. മേട്ടുപ്പാളയത്ത് നിന്ന് രാവിലെ 7:10-നും 9:10-നുമാണ് ഊട്ടിയിലേക്ക് ട്രെയിൻ പുറപ്പെടുന്നത്. 7:10-ന്റെ ട്രെയിൻ എല്ലാ ദിവസവും ഉണ്ടെങ്കിലും 9:10-ന്റെ ട്രെയിൻ തിങ്കളാഴ്ചയും ശനിയാഴ്ചയും മാത്രമേ ഓടുന്നുള്ളൂ. പിന്നെ മേട്ടുപ്പാളയം ഊട്ടിയിലേക്കുള്ള ടോയ് ട്രെയിനിൽ കയറി യാത്ര ചെയ്യണമെങ്കിൽ 3-4 മാസം മുന്നേ ബുക്ക് ചെയ്യണം എന്നുള്ളത് ഇതിന്റെ ഒരു പരിമിതിയാണ്. അത്രയും മാസം മുന്നേയുള്ള അഡ്വാൻസ് ബുക്കിംഗും കാത്തിരിപ്പും ഈ ഒരു യാത്രയ്ക്ക് അനിവാര്യമാണ്. എന്നാൽ ഇതിന് വേറൊരു സൊല്യൂഷൻ ഉണ്ട്. മേട്ടുപ്പാളയത്തിന് ശേഷമുള്ള കൂനൂർ സ്റ്റേഷനിൽ നിന്ന് ഊട്ടിയിലേക്ക് ടിക്കറ്റ് എടുക്കുക. അങ്ങനെയാണെങ്കിൽ 2-3 ദിവസത്തെ ഗ്യാപ്പിനപ്പുറത്തേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇത്തരത്തിൽ ഊട്ടി ടോയ് ട്രെയിനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്ന ഒരു വീഡിയോ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത്തവണത്തെ ഊട്ടിയിലേക്കുള്ള യാത്ര ടോയ് ട്രെയിൻ വഴിയാണെങ്കിൽ ടോയ് ട്രെയിനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആ വീഡിയോ കാണുക. നിങ്ങളുടെ ടിക്കറ്റ് ബുക്കിംഗ് പ്രോസസ്സും മറ്റ് കാര്യങ്ങളുമൊക്കെ വളരെ എളുപ്പത്തിലാക്കാൻ ആ വീഡിയോയ്ക്ക് സാധിക്കും. പിന്നെ ഊട്ടിയിലേക്കാണ് വരുന്നത്, തണുപ്പുണ്ടാവും. അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ രൂക്ഷമാവാനുള്ള സാധ്യതയും ഉണ്ട്. അതുകൊണ്ട് അതിനുതകുന്ന തരത്തിലുള്ള ഡ്രസ്സുകളും തൊപ്പികളും മങ്കി ക്യാപ്പുകളും കൈയുറകളും ഒക്കെ കരുതിയിട്ട് വേണം നിങ്ങൾ ഊട്ടിയിലേക്ക് വരാൻ. അങ്ങനെ ഊട്ടിയിലെത്തിയാൽ ഏറ്റവും കുറഞ്ഞ ദൂരത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ ഒന്നാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ. ഊട്ടിയിൽ നിന്ന് 2.5 കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്കുള്ളത്. വെറും 6 മിനിറ്റ് കൊണ്ട് ഊട്ടിയുടെ പ്രധാന ഭാഗത്ത് നിന്ന് നമുക്ക് ഇവിടേക്ക് എത്തിച്ചേരാം. രാവിലെ 7 മുതൽ വൈകുന്നേരം 6:30 വരെയാണ് ഈ ഗാർഡന്റെ പ്രവർത്തന സമയം. വെറും 50 രൂപയാണ് ഒരാൾക്ക് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ്. എന്നാൽ കുട്ടികൾക്ക് 30 രൂപ മാത്രമേ ചാർജ് വരുന്നുള്ളൂ. 55 ഏക്കറോളം സ്ഥലത്ത് അതിമനോഹരമായി സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഗാർഡൻ ആണ് ഗവൺമെന്റ് ബൊട്ടാണിക്കൽ ഗാർഡൻ ഊട്ടി. തമിഴ്നാട് ഹോർട്ടിക്കൾച്ചർ ഡിപ്പാർട്ട്മെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഈ ഗാർഡൻ 5 ഭാഗങ്ങളായിട്ട് വേർതിരിച്ചാണ് സംരക്ഷിച്ചു പോരുന്നത്. ലോവർ ഗാർഡൻ, ന്യൂ ഗാർഡൻ, ഇറ്റാലിയൻ ഗാർഡൻ, കൺസർവേറ്ററീസ് ആൻഡ് നഴ്സറീസ്. ഊട്ടിയിലെ സമ്മർ ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് ബൊട്ടാണിക്കൽ ഗാർഡനിൽ സംഘടിപ്പിക്കുന്ന ഫ്ലവർ ഷോ ഫേമസ് ആണ്. ഊട്ടി ഫ്ലവർ ഷോ എന്നാണ് അതിനെ പൊതുവായിട്ട് പറയാറ്. ഊട്ടിയിലെ പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഗാർഡൻ ആണ് കർണാടക ഗാർഡൻ. ഊട്ടിയുടെ മെയിൻ സിറ്റിയിൽ നിന്ന് 2.9 കിലോമീറ്റർ ഡിസ്റ്റൻസ് അകലെയാണ് ഈ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. ഏതാണ്ട് ഒരു 8 മിനിറ്റ് മിനിമം സമയം കൊണ്ട് നമുക്കവിടെ ഊട്ടിയിൽ നിന്നും എത്തിച്ചേരാൻ കഴിയും. രാവിലെ 7 മുതൽ വൈകുന്നേരം 7 വരെയാണ് ഈ ഒരു ഗാർഡൻ പ്രവർത്തിക്കുന്നത്. 10 വയസ്സിന് മുകളിലുള്ള ഒരാൾക്ക് 30 രൂപയാണ് ഇവിടെ ടിക്കറ്റ് ചാർജ് വരുന്നത്. എന്നാൽ 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് 10 രൂപ മാത്രമാണ് ഇവിടെ ടിക്കറ്റ് ചാർജ്. അതിവിശാലമായ 35 ഏക്കറോളം സ്ഥലത്ത് 5 വിവിധ ഭാഗങ്ങളായി തിരിച്ചിട്ടാണ് ഈ ഒരു ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. റോസ് ഗാർഡൻ, ഇറ്റാലിയൻ ഗാർഡൻ, ടീ ഗാർഡൻ, മെയ്സ് ഗാർഡൻ, സൺകീൻ ഗാർഡൻ, ടോപ്പിയാരി ഗാർഡൻ എന്നിവയൊക്കെ ഈ ഒരു കർണാടക ഗാർഡനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഊട്ടിയുടെ പ്രധാന ഭാഗത്ത് നിന്ന് എത്തിച്ചേരാൻ കഴിയുന്ന മറ്റൊരു പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടാണ് തമിഴ്നാട് ടൂറിസത്തിന്റെ ബോട്ട് ഹൗസ്. കർണാടക ഗാർഡനിലേക്ക് പോകുന്ന ലേക്ക് റോഡിൽ ഗാർഡൻ എത്തുന്നതിന് മുന്നേ തന്നെ നമുക്ക് ബോട്ട് ഹൗസിന്റെ ബോർഡ് കാണാൻ കഴിയും. താരതമ്യപ്പെടുത്തി പറയുകയാണെങ്കിൽ ബൊട്ടാണിക്കൽ ഗാർഡനേക്കാളും കർണാടക ഗാർഡനിലേക്കാളും
സ്ഥലങ്ങളും കുറഞ്ഞ ദൂരത്തിൽ എത്താൻ കഴിയുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് തമിഴ്നാട് ടൂറിസത്തിന്റെ ബോട്ട് ഹൗസ്. ഊട്ടിയുടെ പ്രധാന ഭാഗത്ത് നിന്ന് ബോട്ട് ഹൗസിലേക്ക് 1.6 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. ഊട്ടിയുടെ പ്രധാന ഭാഗത്ത് നിന്ന് മിനിമം 4 മിനിറ്റ് കൊണ്ട് നമുക്ക് ബോട്ട് ഹൗസിലേക്ക് എത്തിച്ചേരാവുന്നതേ ഉള്ളൂ. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ബോട്ട് ഹൗസിന്റെ പ്രവർത്തന സമയം. 15 രൂപയാണ് ഇവിടെ ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത്. ക്യാമറ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 30 രൂപ ചാർജ് കൊടുക്കേണ്ടി വരും. ഇനി വീഡിയോ ക്യാമറയാണെങ്കിൽ 150 രൂപയാണ് ചാർജ്. ഊട്ടിയുടെ മെയിൻ സിറ്റിയിൽ നിന്ന് വുഡ്കോക്ക് റോഡ് വഴിയാണ് ബോട്ട് ഹൗസിലേക്ക് പോകേണ്ടത്. ഏതാണ്ട് ഒരു 1.3 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ വലതുവശത്ത് ബോട്ട് ഹൗസിന്റെ ബോർഡ് കാണാം. എന്നാൽ ആ ബോർഡ് കണ്ട ഭാഗത്ത് നിന്ന് ഷാർപ്പ് ലെഫ്റ്റിലേക്കാണ് വണ്ടി തിരിക്കേണ്ടത്. അങ്ങനെ ലെഫ്റ്റ് കണ്ട ആ ഷാർപ്പ് ടേണിംഗിൽ കയറി ഒരു 290 മീറ്ററോളം പോയി കഴിഞ്ഞാൽ വലതുവശത്ത് തമിഴ്നാട് ടൂറിസം ഊട്ടി ബോട്ട് ഹൗസ് എന്ന ബോർഡ് കാണാൻ കഴിയും. 3 തരത്തിലുള്ള ബോട്ടിംഗ് സൗകര്യങ്ങളാണ് അവിടെയുള്ളത്. പെഡൽ ബോട്ട്, റോ ബോട്ട്, മോട്ടോർ ബോട്ട്. 2 പേർക്ക് ഇരിക്കാവുന്ന പെഡൽ ബോട്ടും 4 പേർക്ക് ഇരിക്കാവുന്ന പെഡൽ ബോട്ടും ഇവിടെ അവൈലബിൾ ആണ്. 2 പേർക്ക് ഇരിക്കാവുന്ന പെഡൽ ബോട്ടിന് 300 രൂപയും 4 പേർക്ക് ഇരിക്കാവുന്ന പെഡൽ ബോട്ടിന് 400 രൂപയുമാണ് ചാർജ്. ഈ ചാർജ് കൂടാതെ റീഫണ്ടബിൾ ഡെപ്പോസിറ്റ് ആയിട്ട് 2 സീറ്റർ പെഡൽ ബോട്ടിന് എക്സ്ട്രാ ഒരു 300 രൂപയും 4 സീറ്റർ പെഡൽ ബോട്ടിന് എക്സ്ട്രാ ഒരു 400 രൂപയും അവർ വാങ്ങിവെക്കും. ബോട്ട് യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തി കഴിഞ്ഞാൽ ആ ഒരു എമൗണ്ട് അവർ തിരിച്ചു തരുന്നതായിരിക്കും. റോബോട്ട് വിഭാഗത്തിൽ 3 പേർക്ക് ഇരിക്കാവുന്ന റോബോട്ടുകളും 5 പേർക്ക് ഇരിക്കാവുന്ന റോബോട്ടുകളും അവൈലബിൾ ആണ്. 3 പേർക്ക് ഇരിക്കാവുന്ന റോബോട്ടിന് 450 രൂപയും 5 പേർക്ക് ഇരിക്കാവുന്ന റോബോട്ടിന് 500 രൂപയുമാണ് ചാർജ്. എന്നാൽ ഇവിടെയും റീഫണ്ടബിൾ ഡെപ്പോസിറ്റ് വാങ്ങിവെക്കുന്നുണ്ട്. 3 സീറ്റർ റോബോട്ടിന് 450 രൂപയാണ് റീഫണ്ടബിൾ ഡെപ്പോസിറ്റ്. 5 സീറ്റർ റോബോട്ടിന് 500 രൂപയാണ് റീഫണ്ടബിൾ ഡെപ്പോസിറ്റ്. ഇനി ഗ്രൂപ്പ് ആയിട്ട് നടത്തുന്ന യാത്രകളാണ് നിങ്ങൾ സംഘടിപ്പിക്കുന്നതെങ്കിൽ മോട്ടോർ ബോട്ടിംഗ് ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും സൗകര്യം. മോട്ടോർ ബോട്ടിംഗിൽ 8 പേർക്ക് ഇരിക്കാവുന്ന മോട്ടോർ ബോട്ടും 10 പേർക്ക് ഇരിക്കാവുന്ന മോട്ടോർ ബോട്ടും 15 പേർക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാൻ കഴിയുന്ന മോട്ടോർ ബോട്ടും അവൈലബിൾ ആണ്. 8 പേർക്ക് ഇരിക്കാവുന്ന മോട്ടോർ ബോട്ടിന് 900 രൂപയും 10 പേർക്ക് ഇരിക്കാവുന്ന മോട്ടോർ ബോട്ടിന് 1100 രൂപയും 15 പേർക്ക് ഇരിക്കാവുന്ന മോട്ടോർ ബോട്ടിന് 1600 രൂപയുമാണ് ചാർജ്. ഈ ബോട്ട് യാത്രയ്ക്ക് റീഫണ്ടബിൾ ഡെപ്പോസിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ യാത്ര ചെയ്യുന്ന ഓരോരുത്തർക്കും എക്സ്ട്രാ 110 രൂപ ചാർജ് നൽകേണ്ടി വരും. എല്ലാ ബോട്ട് യാത്രയിലും മാൻഡേറ്ററി ആയിട്ടുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് അവർ നൽകുന്നതാണ്. ബോട്ട് യാത്ര മാത്രമല്ല, ഈ ലേക്ക് വ്യൂ ആസ്വദിക്കാനുള്ള മനോഹരമായ സ്പോട്ടുകൾ ഈ ഒരു ബോട്ട് ഹൗസിൽ അവൈലബിൾ ആണ്. മനോഹരമായ ഫോട്ടോസ് എടുക്കാൻ കഴിയുന്ന ഒത്തിരി നല്ല ഫോട്ടോ ഫ്രെയിംസും ഇവരിവിടെ ഒരുക്കിയിട്ടുണ്ട്. രസകരമായ റൈഡുകൾ, ഫുഡ് സ്പോട്ടുകൾ, ഹൊറർ ഹൗസ്, പെയിൻബോൾ ആർച്ചറി, 70 സിനിമാസ് എക്സ്പീരിയൻസ്, മിനി ട്രെയിൻ സ്റ്റേഷൻ തുടങ്ങി എന്റർടൈനിങ് ആയിട്ടുള്ള ഒത്തിരി ആക്ടിവിറ്റീസും ബോട്ട് ഹൗസിനുള്ളിൽ അവൈലബിൾ ആണ്. ബോട്ട് ഹൗസിന്റെ എൻട്രൻസിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് 0 കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള മറ്റൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ത്രെഡ് ഗാർഡൻ. ഒരു റോഡിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടാണ് ബോട്ട് ഹൗസും ത്രെഡ് ഗാർഡനും സ്ഥിതി ചെയ്യുന്നത്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ഈ ത്രെഡ് ഗാർഡൻ പ്രവർത്തിക്കുന്നത്. 30 രൂപയാണ് ഇവിടെ ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത്. കുട്ടികൾക്കാണെങ്കിൽ 20 രൂപ. ക്യാമറ സ്റ്റിൽസിന് എക്സ്ട്രാ 20 രൂപയും മൊബൈൽ സ്റ്റിൽസിന് എക്സ്ട്രാ 20 രൂപയും നൽകേണ്ടതാണ്. ത്രെഡ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഗാർഡൻ എന്നതാണ് ഈ ഒരു ഗാർഡന്റെ പ്രത്യേകത. ലോകത്ത് തന്നെ മറ്റ് എവിടെയും ഇത്തരത്തിലൊരു ഗാർഡൻ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ യുണീക് വേൾഡ് റെക്കോർഡ് ഹോൾഡ് ചെയ്തേക്കുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഈ ഒരു ത്രെഡ് ഹൗസ്. ഇത്തരത്തിലൊരു എഫേർട്ട് എടുത്തുകൊണ്ട് അത്തരം ഒരു വേൾഡ് റെക്കോർഡ് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നത് ആന്റണി ജോസഫ് എന്ന വ്യക്തിയാണ്. ഇത്തരത്തിലുള്ള പൂക്കളോടും ചെടികളോടും താല്പര്യമുള്ളവർക്ക് അത് വാങ്ങിക്കുവാനുള്ള സെയിൽസ് കൗണ്ടറും ആ ഒരു ത്രെഡ് ഗാർഡന്റെ ഉള്ളിൽ അവൈലബിൾ ആണ്. അടുത്ത ലൊക്കേഷൻ ചോക്ലേറ്റ് മ്യൂസിയം ആണ്. വേൾഡിലെ ഫസ്റ്റ് എവർ ചോക്ലേറ്റ് മ്യൂസിയം ആണെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ഊട്ടിയുടെ പ്രധാന ഭാഗത്തു നിന്ന് 3.6 കിലോമീറ്റർ ആണ് ഈ ഒരു ചോക്ലേറ്റ് മ്യൂസിയത്തിലേക്കുള്ള ദൂരം. ഏകദേശം ഒരു 8 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു ചോക്ലേറ്റ് മ്യൂസിയത്തിലേക്ക് എത്തിച്ചേരാം. ഇനി നേരത്തെ പറഞ്ഞ NH 181 അഥവാ ഊട്ടി മൈസൂർ റോഡ് കയറിയാണ് യാത്ര. ഊട്ടിയിൽ നിന്ന് ബെട്ടാംസ് റോഡ് വഴി വടക്കോട്ടേക്കാണ് പോവേണ്ടത്. ഒരു 350 മീറ്റർ പോയി കഴിഞ്ഞാൽ വലതുവശത്ത് ലാംസ് റോക്ക് ടീ ഗാർഡൻ കാണാം. അവിടെ ഇറങ്ങി വ്യൂ ആസ്വദിക്കേണ്ടവർക്ക് വ്യൂ ആസ്വദിക്കാം, അല്ലാത്തവർക്ക് മുന്നോട്ട് പോവാം. ലാംസ് റോക്ക് ടീ ഗാർഡന്റെ അവിടെ നിന്ന് ഒരു 350 മീറ്റർ മുന്നോട്ട് പോയാൽ ഒരു ജംഗ്ഷൻ എത്തും. ആ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് റോഡാണ് കയറേണ്ടത്. അതാണ് നമ്മുടെ NH 181 ഊട്ടി മൈസൂർ റോഡ് അഥവാ നാഗപട്ടണം കോയമ്പത്തൂർ ഗുണ്ടൽപേട്ട് ഹൈവേ എന്നും വിളിക്കാം. ഏകദേശം ഒരു 8 മിനിറ്റ് ആവുമ്പോഴേക്കും ചോക്ലേറ്റ് മ്യൂസിയത്തിന്റെ ബോർഡ് ഇടതുവശത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും. രാവിലെ 9:30 മുതൽ വൈകുന്നേരം 8:30 വരെയാണ് ഈ ഒരു മ്യൂസിയത്തിന്റെ പ്രവർത്തന സമയം. ഇവിടെ ടിക്കറ്റ് ഫീ ഇല്ല. എല്ലാ പ്രായക്കാർക്കും പ്രവേശനം സൗജന്യമാണ്. ടൂറിസ്റ്റുകളുടെ ശ്രദ്ധയിൽ പെട്ടെന്ന് പെടാത്തത് കൊണ്ട് തന്നെ ഒത്തിരി ക്രൗഡ് ഇല്ലാത്ത ഒരു ഏരിയ ആണ് ഇത്.
1942 NPS ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് MN ഗുഡീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഈ ഒരു ചോക്ലേറ്റ് മ്യൂസിയം സ്ഥാപിച്ചത്. ഏറ്റവും ഹെൽത്തി ആയിട്ട് ഇന്നോവേറ്റീവ് ആയ രീതിയിൽ ചോക്ലേറ്റ് കൊടുക്കുക എന്നുള്ളതായിരുന്നു അവരുടെ മോട്ടീവ്. ചോക്ലേറ്റിന്റെ ഹിസ്റ്ററി, മേക്കിംഗ് പ്രോസസ്സ്, ഹെൽത്ത് ബെനിഫിറ്റ്സ് തുടങ്ങിയ പല കാര്യങ്ങളും ഈ മ്യൂസിയത്തിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ പ്രോപ്പർ ഓർഗനൈസേഷന്റെയും പ്രോപ്പർ ലൈറ്റിംഗിന്റെയും പ്രസന്റേഷന്റെയും ചില അപാകതകളും മ്യൂസിയത്തിലുണ്ട്. എന്നാൽ ഈ ഒരു മ്യൂസിയത്തിന്റെ പ്രസന്റേഷനേക്കാൾ അപ്പുറത്തേക്ക് അവിടെയുള്ള ചോക്ലേറ്റ്സ് ആണ് അവിടുത്തെ ഏറ്റവും വലിയ ആകർഷണീയത. വളരെ ചീപ്പ് റേറ്റിൽ ചോക്ലേറ്റ് ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഈ ഒരു ചോക്ലേറ്റ് മ്യൂസിയത്തിലുണ്ട്. വെറും 20 രൂപയ്ക്കാണ് ആ ഒരു ചോക്ലേറ്റ് മെഷീനിൽ വരുന്ന ചോക്ലേറ്റിൽ മുക്കിയ സ്ട്രിപ്പ് നമുക്ക് അവർ തരുന്നത്. ചോക്ലേറ്റ് മ്യൂസിയം വിസിറ്റ് ചെയ്ത സമയത്ത് ജസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യത്തെ സ്ട്രിപ്പ് വാങ്ങി ടേസ്റ്റ് ചെയ്ത് നോക്കിയത്. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരെണ്ണം കൂടെ ഞാൻ വാങ്ങി കഴിച്ചിരുന്നു. ചോക്ലേറ്റ് സ്ട്രിപ്പ് മാത്രമല്ല, ചോക്ലേറ്റിന്റെ ഡിഫറെന്റ് പ്രോഡക്ട്സും അവരവിടെ സെയിലിന് വെച്ചിട്ടുണ്ടായിരുന്നു. 3 ടൈപ്സ് ഓഫ് ചോക്ലേറ്റ് പ്രോഡക്ട്സ് ആണ് അവിടെ വിൽക്കുന്നത്: നോർമൽ സെഗ്മെന്റ്, എക്സ്ക്ലൂസീവ് ആൻഡ് ഡാർക്ക് ചോക്ലേറ്റ്. നോർമൽ സെഗ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 മണിക്കൂർ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള കോക്കോയിൽ നിന്നുണ്ടാവുന്ന ചോക്ലേറ്റ്സ് ആണ്. അതായത് മറ്റ് 2 ടൈപ്പിനേക്കാളും ലെസ് പ്രോസസ്ഡ് ആയിട്ടുള്ള ചോക്ലേറ്റ്സ് ആയിരിക്കും അത്. എക്സ്ക്ലൂസീവ് ചോക്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ വൺ ആണ്. അത് 4 ദിവസം പ്രോസസ് ചെയ്തിട്ടുള്ള കോക്കോയിൽ നിന്നുണ്ടാക്കുന്ന ചോക്ലേറ്റ് പ്രോഡക്ട്സ് ആണ്. അതായത് നോർമൽ സെഗ്മെന്റിനേക്കാളും കമ്പാരിറ്റീവ്ലി മോർ പ്രോസസ്ഡ് ആണെന്ന് അർത്ഥം. മാത്രമല്ല യാതൊരു പ്രിസർവേറ്റീവും ഇല്ലാത്ത ചോക്ലേറ്റ്സ് കൂടിയാണ് ഈ ഒരു എക്സ്ക്ലൂസീവ് ചോക്ലേറ്റ്. 1 വർഷം വരെ നമുക്കിത് സൂക്ഷിക്കാൻ കഴിയുമെന്നാണ് അവർ പറയുന്നത്. കൂടാതെ കൂടുതൽ കൊക്കോ ബട്ടർ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതും ടെക്സ്ചർ സ്മൂത്ത് ആയിരിക്കും എന്നുള്ളതും ഒക്കെ ഈ ഒരു എക്സ്ക്ലൂസീവ് വണ്ണിനെ സ്പെഷ്യൽ വൺ ആക്കുന്നു. ഈ ഒരു എക്സ്ക്ലൂസീവ് ചോക്ലേറ്റ്സിന് കുവൈച്ചർ ചോക്ലേറ്റ്സ് എന്ന് മറ്റൊരു പേരും കൂടി ഉണ്ട് കേട്ടോ. ഇതിൽ 3ാമത്തെ ടൈപ്പ് ഡാർക്ക് ചോക്ലേറ്റ്സ് ആണ്. ഇതിൽ 45% കൊക്കോ കണ്ടന്റ് മാത്രമേ അടങ്ങിയിട്ടുള്ളൂ. ഈ 3 ടൈപ്പിലെ നോർമൽ സെഗ്മെന്റും ഡാർക്ക് ചോക്ലേറ്റ് ടൈപ്സും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ അവർ അവിടുന്ന് തരുന്നുണ്ട്. പക്ഷേ എക്സ്ക്ലൂസീവ് വൺ ടേസ്റ്റ് ചെയ്യണമെങ്കിൽ പൈസ കൊടുത്ത് തന്നെ വാങ്ങിക്കണം. പ്രൈസ് കമ്പയർ ചെയ്യുവാണെങ്കിൽ നോർമൽ സെഗ്മെന്റിനും ഡാർക്ക് ചോക്ലേറ്റിനും ഒരു മീഡിയം ലെവൽ പ്രൈസ് മാത്രമേ വരുന്നുള്ളൂ. എന്നാൽ എക്സ്ക്ലൂസീവിന് എക്സ്ക്ലൂസീവ് ആയതുകൊണ്ട് തന്നെ പ്രൈസ് സ്വല്പം കൂടുതലാണ്. ഈ 3 ടൈപ്സും ടേസ്റ്റ് ചെയ്ത് നോക്കിയ ഒരാളെന്ന നിലയ്ക്ക് എക്സ്ക്ലൂസീവിന്റെ ടേസ്റ്റ് ഗംഭീരമാണ്. ഒരിക്കലെങ്കിലും ടേസ്റ്റ് ചെയ്ത് നോക്കാനുള്ള അവസരം കിട്ടുവാണെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്ന് തന്നെയാണ് എന്റെ ഒപ്പീനിയൻ. ചോക്ലേറ്റ്സ് മാത്രമല്ല, ടീ പൗഡേഴ്സും കോഫി പൗഡേഴ്സും സ്പൈസസും ഓയിൽസും ഹണിയും പോലെയുള്ള സാധനങ്ങളും ഇവിടെ ഇവർ സെയിലിന് വെച്ചിട്ടുണ്ട്. ചോക്ലേറ്റ് മ്യൂസിയം വിസിറ്റ് ചെയ്യുന്നവർക്ക് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചുള്ള പ്രൊഡക്റ്റുകൾ അവിടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. നിങ്ങളുടെ യാത്രയിൽ കുട്ടികൾ കൂടെ ഉണ്ടെങ്കിലും ഫാമിലി ആയിട്ടാണ് വരുന്നതെങ്കിലും ചോക്ലേറ്റ്സിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഒക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലും ചോക്ലേറ്റ് മ്യൂസിയം ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ചോക്ലേറ്റ് സ്ട്രിപ്പ് പോലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചോക്ലേറ്റ് പ്രോഡക്ട്സ് ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് യാത്രയിൽ നിങ്ങളുടെ കൂടെ വരുന്നവരെ ഹാപ്പിയാക്കാൻ ചോക്ലേറ്റ് മ്യൂസിയം വിസിറ്റ് വഴി നിങ്ങൾക്ക് സാധിക്കും. ചോക്ലേറ്റ് മ്യൂസിയം കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഡെസ്റ്റിനേഷൻ പൈൻ ഫോറസ്റ്റ് ആണ്. ഊട്ടിയുടെ പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ ഒന്നാണ് പൈൻ ഫോറസ്റ്റ്. ചോക്ലേറ്റ് മ്യൂസിയത്തിൽ നിന്ന് ഒരു 4 കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ പൈൻ ഫോറസ്റ്റിലേക്ക് എത്താം. ഏതാണ്ട് ഒരു 8 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇവിടേക്ക് എത്തിച്ചേരാവുന്നതേ ഉള്ളൂ. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് പൈൻ ഫോറസ്റ്റിന്റെ പ്രവർത്തന സമയം. 30 രൂപയാണ് ഒരാൾക്ക് ഇവിടെ ടിക്കറ്റ് ചാർജ്. സ്റ്റിൽ ക്യാമറ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ 30 രൂപയും വീഡിയോ ക്യാമറ ആണെങ്കിൽ എക്സ്ട്രാ 100 രൂപയും നമ്മൾ പേ ചെയ്യേണ്ടി വരും. പൈൻ ഫോറസ്റ്റിനുള്ളിൽ സമയം സ്പെൻഡ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു സ്പോട്ടിന്റെ പ്രത്യേകത. കൂടാതെ മുകളിൽ നിന്ന് താഴേക്ക് കാടിന്റെ ഉള്ളിലൂടെ നടന്നിറങ്ങി വരുമ്പോൾ സന്ധ്യാനുള്ള ലേക്കിന്റെ ഒരു മനോഹരമായ വ്യൂ പോയിന്റും ഇവിടെ കാണാം. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ എത്ര നേരം വേണമെങ്കിലും നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാവുന്നതാണ്. ഒത്തിരി മനോഹരമായിട്ടുള്ള ഫോട്ടോ എടുക്കാനുള്ള സ്പോട്ടുകൾ ഈ കാടിന്റെ ഉള്ളിലും ലേക്കിന്റെ വശങ്ങളിലും ഒക്കെ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഫോട്ടോ എടുത്ത് നൽകാനുള്ള ഫോട്ടോഗ്രാഫർമാരും അതുപോലെ കുതിരസവാരി നടത്താനുള്ള സൗകര്യവും ഒക്കെ ഈ പൈൻ ഫോറസ്റ്റിന്റെ ഉള്ളിൽ ലഭ്യമാണ്. കാടിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരിക എന്നുള്ളത് കാണുമ്പോൾ ടാസ്ക് ആയിട്ട് തോന്നുമെങ്കിലും അത്രയധികം ബുദ്ധിമുട്ട് നടന്നിറങ്ങുമ്പോൾ അറിയാനില്ല. പല പ്രായത്തിലുള്ള ടൂറിസ്റ്റുകളും അവിടെ വന്നു പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് പ്രകൃതിയെ ഒരുപാട് നേരം ചിരിക്കാൻ ഇഷ്ടമുള്ള ആളുകൾക്ക് പറ്റിയൊരു സ്പോട്ടാണ് ഈ പൈൻ ഫോറസ്റ്റ്. അധികം ആളുകൾ ഇല്ലാത്ത അവസരത്തിൽ വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ പൈൻ ഫോറസ്റ്റിനെ ആസ്വദിക്കാനാണ് നിങ്ങൾ വരുന്നതെങ്കിൽ വീക്ക് ഡേയ്സ് അഥവാ പ്രവൃത്തി ദിവസങ്ങൾ യാത്രയ്ക്ക് തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ബൊട്ടാണിക്കൽ ഗാർഡൻ, കർണാടക ഗാർഡൻ, ബോട്ട് ഹൗസ് ഒക്കെ പോലെ തന്നെ ഊട്ടിയിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടാണ് ഈ ഒരു പൈൻ ഫോറസ്റ്റ്. പൈൻ ഫോറസ്റ്റിൽ നിന്ന് 1 കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള കാമരാജ് സാഗർ ഡാമിലേക്ക് നെക്സ്റ്റ് പോവാം. ജസ്റ്റ് 1-2 മിനിറ്റ് കൊണ്ട് പൈൻ ഫോറസ്റ്റിൽ നിന്ന് എത്തിച്ചേരാവുന്ന ദൂരത്തിലാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ പ്രവർത്തന സമയമുള്ള ഈ ഡാമിലേക്ക് ഫ്രീ എൻട്രി ആണ്. ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. 400 ഏക്കറോളം സ്ഥലത്ത് 6 കിലോമീറ്റർ നീളത്തിലാണ് ഈ ഒരു ഡാം സ്ഥിതി ചെയ്യുന്നത്. വ്യത്യസ്തമായ ജീവജാലങ്ങളും സസ്യജാലങ്ങളും ഒക്കെ നിലനിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ ഒരു ഡാം. എന്നാൽ പക്ഷികൾക്ക് കുറച്ചധികം മുൻതൂക്കം ഉണ്ടെന്ന് കൂട്ടിക്കോളൂ. ബേർഡ്
വാച്ചിങ് താല്പര്യമുള്ളവർക്ക് മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ളൊരു സ്പോട്ടാണ് ഈ ഒരു ഡാം. ബേർഡ് വാച്ചിങ് മാത്രമല്ല ഫിഷിങ്ങിനും പ്രാധാന്യമുള്ളൊരു സ്ഥലം കൂടിയാണ് ഈ ഒരു ഡാം. മാത്രമല്ല ഊട്ടിയിലെ ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ ഫിലിം ഷൂട്ടിംഗ് ലൊക്കേഷൻസായി മാറിയിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ ഒന്നാണ് കാമരാജ് സാഗർ ഡാമും. റോജ പോലെയുള്ള മൂവിയുടെ ക്ലൈമാക്സ് ഒക്കെ ഈ ഒരു ഡാമിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം കൊണ്ടും യാത്രയിൽ ഈ ഒരു ഡാമും കൂടെ ഉൾപ്പെടുത്തുന്നത് വേർത്തായിരിക്കും. ഡാം വിസിറ്റ് കഴിഞ്ഞാൽ അടുത്ത ടൂറിസ്റ്റ് സ്പോട്ട് ട്രീ പാർക്കാണ്. ഡാമിൽ നിന്ന് 3.6 കിലോമീറ്റർ ദൂരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഏതാണ്ട് 7-8 മിനിറ്റ് കൊണ്ട് ഡാമിൽ നിന്നും ഇവിടേക്ക് എത്തിച്ചേരാവുന്നതേ ഉള്ളൂ. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഈ ഒരു ട്രീ പാർക്കിന്റെ പ്രവർത്തന സമയം. എന്നാൽ ഇവിടെ ടിക്കറ്റ് എടുക്കേണ്ട, എല്ലാവർക്കും ഫ്രീ എൻട്രി ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഊട്ടി ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ പൊതുവെ പറഞ്ഞു കേട്ടിട്ടില്ലാത്തൊരു സ്പോട്ടാണ് ട്രീ പാർക്ക്. എൻട്രൻസിലൂടെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ അതൊരു വിശാലമായ പ്രദേശമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കൂടാതെ ഒരു ഭാഗത്ത് പൈൻ ഫോറസ്റ്റും അത് നടന്നകത്തേക്ക് ചെന്നാൽ വിശാലമായ ഒരു താഴ്വാരവും നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഹോഴ്സ് റൈഡിങ്ങും ഫോട്ടോഗ്രാഫിയും പോലെയുള്ള ആക്ടിവിറ്റികളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ട്രീ പാർക്കിന്റെ അകത്ത് ഫുഡ് സ്പോട്ടുകൾ പോലെയുള്ള ചില ഏരിയാസും നമുക്ക് കാണാം. വീക്കെൻഡുകളിലും സീസണിലും ആയിരിക്കും ഇത് പ്രവർത്തിക്കാൻ സാധ്യത കൂടുതൽ. ഏതു പ്രായക്കാർക്കും വിസിറ്റ് ചെയ്യാവുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണിത്. ഫാമിലി ആയിട്ടൊക്കെ വരികയാണെങ്കിലും ഫ്രണ്ട്സ് ആയിട്ടൊക്കെ വരികയാണെങ്കിലും മികച്ച ഫോട്ടോസ് എടുക്കാനുള്ള ബാക്ക്ഗ്രൗണ്ടുകളും കാര്യങ്ങളും ഈ പാർക്കിനുള്ളിലുണ്ട്. സ്ഥിരം പറഞ്ഞു കേട്ടിട്ടില്ലാത്ത ഒരു സ്പോട്ട് ആയതുകൊണ്ടും ഫ്രീ എൻട്രി ആയതുകൊണ്ടും ഊട്ടി യാത്രയിൽ ഈ സ്പോട്ട് കൂടി ഉൾപ്പെടുത്തുന്നത് വേർത്തായിരിക്കും. ട്രീ പാർക്ക് കഴിഞ്ഞാൽ അടുത്ത ലൊക്കേഷൻ വെൻലോക്ക് ഡൗൺ 9th മൈലാണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഊട്ടിയിലെ ഷൂട്ടിംഗ് പോയിന്റ്. ട്രീ പാർക്കിൽ നിന്ന് 2 കിലോമീറ്റർ അകലെയാണ് ഈ ഒരു ഷൂട്ടിംഗ് പോയിന്റ് സ്ഥിതി ചെയ്യുന്നത്. ഏതാണ്ട് ഒരു 3 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇവിടേക്ക് എത്താം. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6:45 വരെയാണ് ഈ ഒരു ഷൂട്ടിംഗ് പോയിന്റിന്റെ പ്രവർത്തന സമയം. 30 രൂപയാണ് ഒരാൾക്ക് ഇവിടെ ടിക്കറ്റ് ചാർജ്. ക്യാമറ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ 50 രൂപ എക്സ്ട്രാ ചാർജ് ആയിട്ട് നൽകേണ്ടി വരും. ഇനി വീഡിയോ ക്യാമറ, ചെറിയ ക്യാമറയാണെങ്കിൽ 100 രൂപയും വലിയ ക്യാമറയാണെങ്കിൽ 1000 രൂപയുമാണ് ചാർജ്. തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്ന ഈ ഒരു സ്പോട്ടിൽ ഒത്തിരി അധികം സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പ്രകൃതിയുടെ മനോഹരമായിട്ടുള്ള ഒരു ഏരിയ ആണ് ഇതെങ്കിൽ കൂടിയും പ്രകൃതി സ്നേഹികളെക്കാൾ കൂടുതൽ എല്ലാതരം ടൂറിസ്റ്റുകളും ഇവിടേക്ക് വരാറുണ്ട്. അതിന്റെ പ്രധാന കാരണം ഇതൊരു ഷൂട്ടിംഗ് പോയിന്റ് ആണ്. ഒത്തിരി സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും കൂടിയാണ്. ഹോഴ്സ് റൈഡിങ്ങും ഫോട്ടോഗ്രാഫിയും പോലെയുള്ള ആക്ടിവിറ്റികൾ ഇവിടെയും അവൈലബിൾ ആണ്. ഷൂട്ടിംഗ് പോയിന്റിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള മറ്റൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് യൂക്കാലിപ്റ്റസ് വാലി. ഷൂട്ടിംഗ് പോയിന്റിൽ നിന്ന് 1 കിലോമീറ്റർ അകലെയാണ് ഈ ഒരു സ്പോട്ട് സ്ഥിതി ചെയ്യുന്നത്. 1-2 മിനിറ്റ് കൊണ്ട് നമുക്കിവിടെ എത്തിച്ചേരാവുന്നതേ ഉള്ളൂ. യൂക്കാലിപ്റ്റസ് മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു പ്രകൃതിയാണ് ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത്. പൈൻ ഫോറസ്റ്റും ട്രീ പാർക്കും ഓൾറെഡി വിസിറ്റ് ചെയ്തത് കൊണ്ട് യൂക്കാലിപ്റ്റസ് വാലി വിസിറ്റ് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അടുത്ത ലൊക്കേഷൻ ചൂസ് ചെയ്യാവുന്നതാണ്. യൂക്കാലിപ്റ്റസ് വാലിയിൽ നിന്ന് തൊട്ടടുത്തുള്ള മറ്റൊരു ലൊക്കേഷനാണ് പൈക്കര ഡാം ആൻഡ് പവർ ഹൗസ്. വാലിയിൽ നിന്ന് 5.9 കിലോമീറ്റർ ഡിസ്റ്റൻസ് അകലെയാണ് ഈ ഒരു ഡാമും പവർ ഹൗസും സ്ഥിതി ചെയ്യുന്നത്. ഏതാണ്ട് ഒരു 10 മിനിറ്റ് സമയം കൊണ്ട് വാലിയിൽ നിന്നും ഈ ഒരു ഡാമിലേക്ക് നമുക്ക് എത്തിച്ചേരാവുന്നതേ ഉള്ളൂ. പൈക്കര ഡാമിന്റെ തൊട്ടടുത്ത് തന്നെയാണ് പൈക്കര ബോട്ട് ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. ഏതാണ്ട് 2.3 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഇവിടേക്കുള്ളത്. ഒരു 9-10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഡാമിന്റെ അടുത്ത് നിന്ന് ബോട്ട് ഹൗസിലേക്ക് എത്തിച്ചേരാം. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ഈ ഒരു ബോട്ട് ഹൗസ് പ്രവർത്തിക്കുന്നത്. റോഡിൽ നിന്നും വീണ്ടും 1 കിലോമീറ്റർ അകത്തേക്ക് സഞ്ചരിച്ചാൽ മാത്രമേ ബോട്ട് ഹൗസിലേക്ക് എത്തുകയുള്ളൂ. അതുകൊണ്ട് ആ സമയം കൂടെ സഞ്ചരിക്കുന്ന സമയത്തിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതാണ്. സീസൺസിലും വീക്കെൻഡിലുമാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നതെങ്കിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവാനുള്ള സാധ്യത പ്രതീക്ഷിക്കേണ്ടതാണ്. കാരണം ഊട്ടിയിലെ പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ ഉൾപ്പെടുന്നവയാണ് പൈക്കര ഡാമും വാട്ടർഫാൾസും ബോട്ട് ഹൗസും ഒക്കെ. മറ്റൊരു പ്രധാന കാര്യം, ഇവിടെ ക്യാഷ്ലെസ് പേയ്മെന്റ് അക്സെപ്റ്റബിൾ അല്ല. അതുകൊണ്ട് UPI പേയ്മെന്റും മറ്റും പ്രതീക്ഷിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചു പോകേണ്ടി വരും. ടിക്കറ്റ് എടുക്കാനും മറ്റാവശ്യത്തിനും ഒരു എമൗണ്ട് കയ്യിൽ കരുതിക്കൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് വരിക. 2 തരത്തിലുള്ള ബോട്ടുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. മോട്ടോർ ബോട്ടിംഗും സ്പീഡ് ബോട്ടും. മോട്ടോർ ബോട്ടിംഗിൽ 8 സീറ്റർ ബോട്ടും 10 സീറ്റർ ബോട്ടും അവൈലബിൾ ആണ്. 8 പേർക്ക് ഇരിക്കാവുന്ന ബോട്ടിന് 1100 രൂപയും 10 പേർക്ക് ഇരിക്കാവുന്ന ബോട്ടിന് 1300 രൂപയുമാണ് ഇവിടെ ചാർജ്. 20 മിനിറ്റോളം നമുക്ക് ബോട്ട് യാത്ര നടത്താനുള്ള സമയം ഇവരെ അനുവദിക്കുന്നുണ്ട്. സ്പീഡ് ബോട്ടിൽ 2 പേർക്ക് ഇരിക്കാവുന്ന സ്പീഡ് ബോട്ടും 3 പേർക്ക് ഇരിക്കാവുന്ന സ്പീഡ് ബോട്ടും അവൈലബിൾ ആണ്. 1100 രൂപയാണ് സ്പീഡ് ബോട്ടിന് പേ ചെയ്യേണ്ടത്. 10 മിനിറ്റ് ആണ് സ്പീഡ് ബോട്ടിൽ സഞ്ചാര സമയം അനുവദിച്ചിരിക്കുന്നത്. പൈക്കര ബോട്ട് ഹൗസ്, പൈക്കര ഡാം ആൻഡ് പവർ ഹൗസ്, പൈക്കര വാട്ടർഫാൾസ് എന്നീ 3 ടൂറിസ്റ്റ് സ്പോട്ട്
സ്പോട്ടുകളും പൈക്കര ലേക്കിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളാണ്. എന്നാൽ മൂന്ന് സ്ഥലത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. പൈക്കര ഡാമിന്റെ അടുത്ത് നിന്ന് 2.3 കിലോമീറ്റർ ഉള്ളിലേക്കാണ് പൈക്കര ബോട്ട് ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ പൈക്കര ഡാമിന്റെ അടുത്ത് നിന്ന് 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് പൈക്കര വാട്ടർഫാൾസ് സ്ഥിതി ചെയ്യുന്നത്. ഏതാണ്ട് ഒരു 6 മിനിറ്റ് കൊണ്ട് നമുക്ക് വാട്ടർഫാൾസിന്റെ അടുത്തേക്ക് എത്തിച്ചേരാം. ഇനി ഈ പറഞ്ഞ സ്ഥലങ്ങളൊന്നും നിങ്ങൾ വിസിറ്റ് ചെയ്യുന്നില്ല, ഷൂട്ടിംഗ് പോയിന്റിൽ നിന്ന് നേരെ പൈക്കര വാട്ടർഫാൾസിലേക്കാണ് പോകുന്നതെങ്കിൽ ഷൂട്ടിംഗ് പോയിന്റിൽ നിന്നും വാട്ടർഫാൾസിലേക്ക് 6.9 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഉള്ളത്. ഏതാണ്ട് 14-15 മിനിറ്റ് കൊണ്ട് വാട്ടർഫാൾസിന്റെ അടുത്തേക്ക് എത്തിച്ചേരാം. ഇനി ഊട്ടിയിൽ നിന്നും നേരെ പൈക്കര വാട്ടർഫാൾസിലേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഊട്ടിയിൽ നിന്ന് 21.3 കിലോമീറ്റർ അകലെയാണ് ഈ വാട്ടർഫാൾസ് സ്ഥിതി ചെയ്യുന്നത്. ഏതാണ്ട് 38-39 മിനിറ്റ് മിനിമം സമയം കൊണ്ട് ഊട്ടിയിൽ നിന്നും ഇവിടേക്ക് എത്തിച്ചേരാം. എന്നാൽ അത്രയും ദൂരം സഞ്ചരിച്ചെത്തിക്കഴിഞ്ഞാലും വീണ്ടും ഒരു 300 മീറ്ററോളം നടന്നാൽ മാത്രമേ വാട്ടർഫാൾസിന്റെ എൻട്രൻസിൽ എത്തുകയുള്ളൂ. അതായത് യാത്രാ സമയത്തോടൊപ്പം ഈ എക്സ്ട്രാ സമയം കൂടെ യാത്രാ പ്ലാനിൽ കണക്കാക്കേണ്ടതുണ്ട്. മറ്റു വാഹനങ്ങളൊന്നും ഈ വഴിക്ക് പ്രവേശനം അനുവദിക്കാത്തത് കൊണ്ട് നടക്കുക തന്നെ നിവർത്തിയുള്ളൂ. എന്നാൽ പൈക്കര എക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ ഭാഗമായിട്ട് വാട്ടർഫാൾസിൽ നിന്നും റോഡിന്റെ ഈ ഒരു അറ്റം വരെ ബാറ്ററി കാർ സർവീസ് അവൈലബിൾ ആണ്. 8 സീറ്റുള്ള ബാറ്ററി കാറും 6 സീറ്റുള്ള ബാറ്ററി കാറും അവൈലബിൾ ആണ്. ബാറ്ററി കാർ യൂസ് ചെയ്യാൻ ഒരു വ്യക്തിക്ക് 20 രൂപയാണ് അവർ ചാർജ് ആവശ്യപ്പെടുന്നത്. രാവിലെ 8:30 മുതൽ വൈകുന്നേരം 5:30 വരെയാണ് പൈക്കര വാട്ടർഫാൾസിന്റെ പ്രവർത്തന സമയം. ഒരാൾക്ക് 30 രൂപയാണ് ഇവിടെ ചാർജ് വരുന്നത്. ക്യാമറ സ്റ്റിൽസിന് 50 രൂപയും വീഡിയോ സ്റ്റിൽസിന് 100 രൂപയുമാണ് എക്സ്ട്രാ ചാർജ് നൽകേണ്ടി വരിക. എന്നാൽ ഡ്രോൺ അലൗഡ് അല്ല എന്ന് അവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല വാട്ടർഫാൾസിലേക്ക് ഇറങ്ങുന്നതും കുളിക്കാൻ ശ്രമിക്കുന്നതും ഇവിടെ നിരോധിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായും സുരക്ഷിതമായും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വാട്ടർഫാൾ ടൂറിസ്റ്റ് സ്പോട്ടാണ് പൈക്കര വാട്ടർഫാൾസ്. എൻട്രൻസിൽ നിന്നും കുറച്ചധികം നടന്നാൽ മാത്രമേ വാട്ടർഫാൾസിന്റെ വ്യൂ പോയിന്റിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. എന്നാൽ എല്ലാ പ്രായക്കാരെയും പരിഗണിച്ചുകൊണ്ടാണ് എൻട്രൻസിൽ നിന്നും വാട്ടർഫാൾ വ്യൂ പോയിന്റിലേക്കുള്ള വഴി ഒരുക്കിയിരിക്കുന്നത്. എൻട്രൻസിൽ നിന്ന് കുറച്ചു മുന്നോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റെപ്പുകളായിട്ടാണ് പിന്നീടുള്ള വഴി കാണാൻ സാധിക്കുക. സ്റ്റെപ്സിലൂടെ ഇറങ്ങുമ്പോൾ പിടിക്കാനുള്ള കൈവേലികളും ഇരുന്ന് വിശ്രമിക്കാനുള്ള സൗകര്യങ്ങളും നടപ്പാതയ്ക്ക് വശങ്ങളിൽ കാണാൻ സാധിക്കും. എന്നാൽ എത്ര കഷ്ടപ്പെട്ട് വന്നാലും കാണാൻ മാത്രമുള്ള കാഴ്ചയും ഭംഗിയും പൈക്കര വാട്ടർഫാൾസിന് കൈമുതലായിട്ടുള്ളത് കൊണ്ട് തന്നെ യാത്ര ഒരിക്കലും നഷ്ടമാവില്ല എന്ന് ഉറപ്പു പറയാം. പൈക്കര വാട്ടർഫാൾസ് കഴിഞ്ഞ് യാത്ര തുടരാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ, നിങ്ങളുടെ മുന്നിൽ ആവശ്യത്തിന് സമയമുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിൽ 2 വഴികളുണ്ട്. ഒന്ന്, പൈക്കര വാട്ടർഫാൾസിലേക്ക് വന്ന അതേ റോഡ് അതേ ദിശയിൽ മുന്നോട്ടേക്ക് പോയി ഗൂഡല്ലൂർ വഴി പോകണം. അങ്ങനെയാണെങ്കിൽ മുതുമലൈ ടൈഗർ റിസർവും ബന്ദിപ്പൂർ നാഷണൽ പാർക്കും കവർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങളുടെ മുന്നിലുണ്ട്. രണ്ടാമത്തെ വഴി, പൈക്കര വാട്ടർഫാൾസിലേക്ക് വന്ന വഴി നിങ്ങൾ തിരിച്ചു വരിക. എന്നിട്ട് നമ്മളൊരു ജംഗ്ഷൻ എന്നാണല്ലോ ലെഫ്റ്റിലേക്ക് കയറിയത്, അതിന് പകരം നേരെ റൈറ്റിലേക്കുള്ള റോഡ് കയറുക. ആ വഴിയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ കല്ലട്ടി ചുരമിറങ്ങി മസനഗുഡി വഴിയായിരിക്കും നിങ്ങളുടെ യാത്ര. മസനഗുഡി മാത്രമല്ല, ബന്ദിപ്പൂർ ഫോറസ്റ്റ് റോഡും കുണ്ടൽപേട്ടിലെ സൂര്യകാന്തി പൂക്കളുമൊക്കെ ആ റൂട്ടിൽ നിങ്ങളെ കാത്തിരിപ്പുണ്ടാവും. ഇനി ഇതിൽ ഏത് വഴി തിരഞ്ഞെടുത്താലും നേരെ വെച്ച് പിടിക്കുകയാണെങ്കിൽ മൈസൂർ എത്തും. 2 ദിവസം കൂടെ കയ്യിലുണ്ടെങ്കിൽ മൈസൂരും കൂടെ കറങ്ങിയാലെന്താ? അങ്ങനെ ഒരു യാത്രയാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ അതൊരു ഗംഭീര യാത്രയായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഒപ്പീനിയൻസ് അനുസരിച്ച് ഞാൻ ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ വീഡിയോയിൽ വരുത്തിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട്, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അടുത്ത യാത്രയിൽ വീണ്ടും കാണുന്നത് വരേക്കും ദിസ് ഈസ് ക്യാമ്പ് ഗേൾ ഫ്രം കേരള. ടാറ്റാ.